കോട്ടയം വെള്ളൂരിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് CITU സമരത്തിലേക്ക് പോകുന്നു. തുടർച്ചയായി തീപിടുത്തമുണ്ടാക്കുന്നത് മാനേജ്മെൻറ്റ് കെടുകാര്യസ്ഥ എന്നാരോപിച്ചാണ് സമരം. ഈ അടുത്ത മാസം 2-ാം തീയതി ഗേറ്റ് മീറ്റിംഗ് സംഘടിപ്പിക്കും. ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിയമന നിരോധനമാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥ് ആരോപിക്കുന്നു. രണ്ട് തീപിടുത്തം 3 മാസത്തിനുള്ളിൽ നടന്നത്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഇതിനു മുൻപും ഹിന്ദുസ്ഥാൻ പേപ്പർ ന്യൂസ് പ്രിൻ്റ് ആയിരുന്ന കാലത്തും തീപിടുത്തമൊക്കെ ഉണ്ടാവാറുണ്ട് ആ കമ്പനി. ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല. ചെലവ് ചുരുക്കാനെന്നാണ് സ്പെഷ്യൽ ഓഫീസർ പറയുന്നത്. ഒരാൾ മാത്രമാണുള്ളത്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് CITU സമരം ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുന്നു. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനം KPPLന്റെ മാനേജ്മെന്റിനെതിരെയാണ് CITU ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണയാണ് ഈ ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത്. ആദ്യമുണ്ടായ തീപിടുത്തത്തിൽ ഏകദേശം 10 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസവും ഒരു തീപിടുത്തമുണ്ടായി. ഇങ്ങനെ അടിക്കടി തീപിടുത്തമുണ്ടായിട്ടും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 18 പേരെ നിയമിക്കുന്നിടത്ത് ഒരാളെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. അങ്ങനെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഈ ഒരു വിഷയം ട്രേഡ് യൂണിയനുകൾ, പ്രത്യേകിച്ചും CITU അടക്കമുള്ളവർ കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വ്യവസായ മന്ത്രിയോട് പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായില്ല. ഈ സ്പെഷ്യൽ ഓഫീസറുടെ നിലപാടുകൾക്കെതിരെയാണ് ഇപ്പോൾ CITU സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, HNL ആയിരുന്നപ്പോൾ വലിയ നഷ്ടത്തിലേക്ക് പോയ സ്ഥാപനം കേന്ദ്ര സർക്കാർ വിൽക്കാൻ വെച്ചിരുന്നപ്പോൾ അത് ലേലത്തിൽ വാങ്ങി സർക്കാർ KPPL എന്ന് പറയുന്ന പേപ്പർ നിർമ്മിക്കുന്ന ആ ഒരു ഫാക്ടറിയായി ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ കൊട്ടിഘോഷിച്ച് വലിയ രീതിയിൽ ഉദ്ഘാടനം നടത്തി അത് മികച്ച രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ വലിയ ഒരു അതൃപ്തി ഈ തൊഴിലാളികൾക്കും അവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്കുമൊക്കെ ഉണ്ട്. ഇവരിത് കൃത്യമായി സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. പ്രധാനമായും വിവിധ വകുപ്പുകളുണ്ട് ഈ KPPLൽ. അവിടെ ഒന്നും തന്നെ വകുപ്പ് മേധാവികളില്ല, ഒരു സ്പെഷ്യൽ ഓഫീസർ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാത്തത് എന്നാണ് CITU പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു സൂചന എന്ന നിലയിൽ 2-ാം തീയതി ഗേറ്റിന് മുന്നിൽ ഒരു മീറ്റിംഗ് നടത്തി പ്രതിഷേധം അറിയിക്കുന്നത്. ഈ വിഷയത്തിൽ ഉടനടി വ്യവസായ വകുപ്പും സർക്കാരും ഒരു തീരുമാനമെടുക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന്.